പുതിയ കാലഘട്ടത്തിൽ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെതിരെ ധാരാളം അപജയങ്ങൾ വരുന്നുണ്ട്. വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പരസ്യമായി തുറന്നു പറയാൻ പറ്റാത്ത അവസ്ഥ. ഇവിടെയുള്ള നിരീശ്വരവാദിയെയും ഇതര മതക്കാരനെയും രാഷ്ട്രീയക്കാരനെയും ഒക്കെ ബോധ്യപ്പെടുത്തിയെങ്കിൽ മാത്രമേ വിശുദ്ധമായ ഇസ്ലാമിന്റെ ഒരു നിയമം പൊതുമധ്യത്തിൽ പറയാൻ പറ്റുകയുള്ളൂ എന്ന രൂപത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ്. സ്ത്രീ പുരുഷന്മാര് ഒരുമിച്ച് നിന്നുകൊണ്ട് ജുമാ ജമാഅത്തുകളിൽ പങ്കെടുക്കാൻ പാടില്ലെന്ന് മാത്രമല്ല, അന്യപുരുഷന്മാർ ഇടകലർന്നിട്ടുള്ളതൊന്നും അത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം അനുവദിക്കുന്നില്ല എന്നത് മതത്തിന്റെ കാഴ്ചപ്പാടാണ്, നിയമമാണ്. ലോകത്തുള്ളതെല്ലാവരും അംഗീകരിച്ചെങ്കിൽ മാത്രമേ ഈ നിയമം ഇവിടെ നടപ്പിലാക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയാൻ പറ്റുകയില്ല. ഇന്ത്യ മഹാരാജ്യം അവനവന്റെ മതം വിശ്വസിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അത് പ്രചരിപ്പിക്കുവാനും പ്രയാസങ്ങളില്ലാതെ മറ്റുള്ളവരിലേക്ക് കൈമാറുവാനും ഒക്കെ സ്വാതന്ത്ര്യമുള്ള രാജ്യമാണ്. ഇന്ത്യയുടെ ഭരണഘടനയിലെ ആർട്ടിക്കിളുകൾ പലതും അതിന് നമുക്ക് സമ്മതം നൽകുന്നുമുണ്ട്. എന്നിട്ടും വിശുദ്ധമായ ദീനുൽ ഇസ്ലാം ഇവിടെ തുറന്നു പറയുമ്പോൾ വിശ്വാസികൾ ഉൾക്കൊള്ളുന്ന ആളുകളോട് അതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുമ്പോൾ അവരെ അവരവരുടെ വിശ്വാസങ്ങളിൽ ഉറപ്പിച്ചു നിർത്താൻ കാലഘട്ടത്തിന്റെ ഉലമ അതിനുവേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെതിരെ പിന്തിരിപ്പൻ വാദങ്ങളുമായി വന്നുകൊണ്ട് സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരേ ഗണത്തിൽ കടത്തി പരസ്യമായി രംഗത്തിറക്കണം എന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ അതിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാലമാണ്. അങ്ങനെയെല്ലാം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരവസ്ഥയിലല്ലല്ലോ വിശുദ്ധമായ ദീനുള്ളത്. വിശുദ്ധമായ ദീനിന് കൃത്യമായ നിയമങ്ങളുണ്ട്. സൂറത്തുൽ ബഖറയുടെ ആദ്യത്തിൽ തന്നെ അത് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അലിഫ് ലാം മീം ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൽ ലിൽ മുത്തഖീൻ. വിശുദ്ധമായ ഖുർആൻ തഖ്വയുള്ള മുത്തഖീങ്ങളായ ആളുകൾക്കുള്ള നേർമാർഗമാണ്. അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന അസ്സലാഹ് വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ദർശിക്കാൻ കഴിയാത്ത പല കാര്യങ്ങളെയും നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അത് ഉൾക്കൊള്ളാൻ കഴിയുന്നവരെ മാത്രമാണ് ദീൻ ഉൾക്കൊള്ളുന്നത്, മനസ്സിലാക്കുന്നത്. ദീനിന്റെ അഹിലുകാരനായി നിൽക്കെ മറ്റുള്ള ആശയങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്തി വെക്കണം എന്ന് പറയുന്നത് ദീനിന് യോജിച്ചതല്ല. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു തആല അൻഹു അടക്കമുള്ള ഒരു സമൂഹം ജൂത വിഭാഗം ഇസ്ലാമിലേക്ക് വന്നു. ഇസ്ലാമിലേക്ക് വന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ സഹവസിച്ചു തുടങ്ങിയ ആരംഭ കാലഘട്ടത്തിൽ മഹാനവറുകളും ആ കടന്നു വന്ന ജൂത സംഘവും ഒരുമിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സമ്മതം ചോദിക്കുകയാണ്. ഞങ്ങൾ ജൂതമതക്കാരായിരുന്ന ഘട്ടങ്ങളിൽ ശനിയാഴ്ച ദിവസങ്ങളിൽ പ്രത്യേകം ഞങ്ങൾ ആരാധനയ്ക്ക് മാറ്റിവെക്കുന്ന ഒരു പതിവുണ്ട്. വിശുദ്ധമായ ഇസ്ലാം ആശ്ലേഷിച്ചതിന് ശേഷവും അതിനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് തരണം. ശനിയാഴ്ച ഇബാദത്തിന് വേണ്ടി കൂടുതൽ സമയം മാറ്റിവെച്ച് ശനിയാഴ്ചയെ സ്പെസിഫൈഡ് ചെയ്യുന്ന ഒരു ശൈലി അത് ദീനിൽപ്പെട്ടതല്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിനും അതിന് മറുപടി കൊടുത്തു. രണ്ട് തോണിയിൽ കാല് ചവിട്ടുന്നവനല്ല ദീനുള്ളവൻ. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ വലാ തത്തബിഉ ഖുതുവാതി ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വും മുബീൻ. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പൂർണ്ണമായും നിങ്ങൾ ഇസ്ലാമിനെ ഉൾക്കൊള്ളണം. നിസ്കരിക്കുമ്പോൾ മാത്രമല്ല നിങ്ങൾ മുസ്ലിമാകേണ്ടത്, നോമ്പ് നോക്കുമ്പോൾ മാത്രമല്ല നിങ്ങൾ മുസ്ലിമാകേണ്ടത്, ഹജ്ജ് ചെയ്യുമ്പോൾ മാത്രമല്ല നിങ്ങൾ മുസ്ലിമാകേണ്ടത്, ഉംറ ചെയ്യുമ്പോൾ മാത്രമല്ല നിങ്ങൾ മുസ്ലിമാകേണ്ടത്, സാമ്പത്തികമായ ഇടപെടലുകളിലും നിങ്ങളുടെ എല്ലാ മേഖലകളിലും നിങ്ങൾ വിശുദ്ധമായ ഇസ്ലാമിനെ ഉൾക്കൊള്ളേണ്ടതുണ്ട്, വിശുദ്ധ ഇസ്ലാമിനെ സ്വീകരിക്കേണ്ടതുണ്ട്.
പള്ളിയിൽ 5 വഖത്ത് നിസ്കരിക്കാൻ വരുന്ന നേരത്ത് മുസ്ലിമും മകളുടെ കല്യാണം നടത്തുന്ന നേരത്ത് അമുസ്ലിമും ഈ നയം ഇസ്ലാമിൽപ്പെട്ടതല്ല. എൻ്റെ അഭിവന്യരായ ഉസ്താദ് അവറുകൾ, ബഹുമാനപ്പെട്ട ഉളവട്ടൂർ അബ്ദുൽ നാസിർ അഹ്സനി ഉസ്താദ് അവറുകൾ എപ്പോഴും പറയും, ശൈഖുന ബഹറുൽ ഉലൂം ഉസ്താദ് അവറുകൾ ഒരു ഹദീസ് ഞങ്ങളെ എപ്പോഴും ഓർമ്മിപ്പിക്കുമായിരുന്നു, ലാ തകൂനു ഇമ്മാ. എപ്പോഴും ഈ ഹദീസിനെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ ആവർത്തിച്ച് പഠിപ്പിച്ചു തരും, ലാ തകൂനു ഇമ്മാ. അതിന് ബഹറുൽ ഉലൂം ഉസ്താദ് അവറുകൾ അർത്ഥം വെക്കുന്നത് നിങ്ങൾ അമ്മായിമാരാകരുത് എന്നാണ്. ഉസ്താദ് പറയും അത്. അഥവാ മകളെ വിവാഹം കഴിച്ചു കൊടുത്ത പുതിയാപ്പിള മകളെ എത്ര നല്ല രൂപത്തിൽ നോക്കിയാലും നോക്കിയില്ലെങ്കിലും അമർഷമുണ്ടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിലും പുതിയാപ്പിളയുടെ അസാന്നിധ്യത്തിൽ പുതിയാപ്പിളയെ കുറിച്ച് കുറ്റം പറയും, പുതിയാപ്പിളയുടെ പോരായ്മകൾ എണ്ണിപ്പറയും, വീട്ടിൽ വരുമ്പോൾ നല്ലതുപോലെ സൽക്കരിക്കുകയും ചെയ്യും. ഉള്ളിൽ ദേഷ്യമുണ്ട്, പക്ഷെ കാണുമ്പോൾ അത് പ്രകടിപ്പിക്കുകയില്ല. ഉള്ള ദേഷ്യം അത് പ്രകടിപ്പിക്കുക, സ്നേഹം അത് പ്രകടിപ്പിക്കുക. 2 തോണിയിൽ കാലിട്ട് നിൽക്കുന്ന ഒരു സ്വഭാവം അത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൽ പെട്ടതല്ല. അതുകൊണ്ട് ലാ തകൂനു ഇമ്മാ, നിങ്ങൾ അമ്മായിമാരാകരുത് എന്ന് വിശുദ്ധമായ ഇസ്ലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് പലപ്പോഴും ഓർമ്മപ്പെടുത്തി തരും. നമുക്ക് ഈ നിലപാട് ആവശ്യമാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ ജീവിക്കുമ്പോൾ അത് ആവശ്യമാണ്. അതിനിഷ്ടപ്പെടാത്ത എന്തെല്ലാം വകുപ്പുകൾ അതിനെതിരെ പറയും. യാ റസൂലല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് വിളിച്ചാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ അടുക്കൽ വെച്ചാണ് ആ വിളിയെങ്കിൽ അത് ഹറാമാണ് എന്നും, വിദൂരതയിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിൽ അത് ദീനിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണെന്നും എഴുതി വെച്ച ബിദ്അത്തുകാർ ഇവിടെയുണ്ട്. മുൻകാലങ്ങളിൽ അങ്ങനെ വിളിച്ചുപോയ എത്ര ആലിമീങ്ങളുണ്ട്. അസ്സലാത്തു അലൻ അന്ത തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവരുടെ ദൃഷ്ടിയിൽ കാഫിറാണ്, അവരുടെ ദൃഷ്ടിയിൽ മുർത്തദ്ദാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിദൂരതയിൽ ഇരുന്നു കൊണ്ട് യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുകയാണ്. അപ്പൊ തബ്ലീഗ് ജമാഅത്തുകാരുമായി സന്ധി നമുക്കില്ല, മുജാഹിദുകളുമായി നമുക്ക് സന്ധിയില്ല, ജമാഅത്തെ ഇസ്ലാമിയുമായി നമുക്ക് സന്ധിയില്ല. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്ലാറ്റ്ഫോം ഏതാണോ അതിൽ എല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. ഈ അടുത്ത് ഞാൻ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ചരിത്രം ഒന്ന് വായിച്ചു. അതിൽ കാണാം 1959 മുമ്പ് കേരളത്തിൽ തിരുകൊച്ചി ജംഇയ്യത്തുൽ ഉലമ എന്ന പേരിൽ ഒരു ജംഇയ്യത്തുൽ ഉലമയുണ്ടായിരുന്നു. അഥവാ വടക്കൻ കേരളത്തിലെ പണ്ഡിതന്മാർക്ക് ദൈർഘ്യം ഏറിയത് കൊണ്ട് തെക്കൻ കേരളത്തിലേക്ക് സുന്നത്ത് ജമാഅത്ത് വളർത്തുവാനും പറയുവാനും പല സമയങ്ങളിലും എത്തിപ്പെടാൻ സാധിക്കാറില്ല. ആ ഘട്ടങ്ങളിൽ ഒക്കെ ഇവിടെയുള്ള ഉലമാഇനെ ഏകീകരിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയ ഒരു സംഘടനയാണ്, ആലിമീങ്ങളുടെ പണ്ഡിതന്മാരുടെ സംഘടനയാണ് തിരുക്കൊച്ചി ജംഇയ്യത്തുൽ ഉലമ. 1951 അതിൻ്റെ നാമം മാറ്റിയത് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയാക്കി. ഏറ്റവും വലിയ അതിലുള്ള ഒരു അത്ഭുതം 1952 ഓർമ്മ ശരിയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ നടന്ന ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു സമ്മേളനത്തിൽ അധ്യക്ഷനായി വന്നത് മഹാനരായ ശൈഖുന ഖുതുബി മുഹമ്മദ് മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ. ഒരു കോൺഫ്ലിക്റ്റും ദക്ഷിണയും സമസ്തയുമായി ഉണ്ടായിട്ടില്ല. സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ അവിടെയുള്ള ആലിമീങ്ങളെ അതേപോലെ പിന്തുടരുകയും പിൽക്കാലങ്ങളിൽ നടന്ന സമ്മേളനങ്ങളിലൊക്കെ അധ്യക്ഷരായി കൊണ്ടുവന്നിരുത്തുകയും ചെയ്തിരുന്നത് സമസ്തയുടെ മുൻകാല നേതൃത്വത്തെയായിരുന്നു, ആലിമീങ്ങളെയായിരുന്നു. സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും അവർ കാണിച്ചിട്ടില്ല. ആ ഒരു ആദർശത്തിൽ ഒരുമിച്ച് നിൽക്കുവാൻ നമുക്ക് കഴിയണം. അതാണ് ലാ തകൂനു ഇമ്മാ,
നിങ്ങൾ അമ്മായിമാരാകരുത് എന്ന് ഒക്കെ ഉസ്താദ് പറഞ്ഞ ഒന്നാമത്തെ ആശയം. വിശ്വാസപരമായി വ്യതിരിക്ത ദിശയിൽ സഞ്ചരിക്കുന്നവരോട് നിങ്ങൾ സന്ധിയാകാൻ പാടില്ല. മഹാനരായ അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു തആല അൻഹു വിശ്വാസ സംഹിതയിൽ നമ്മുടെ ഇമാമല്ലേ. പൊതുവെ നമ്മൾ ചർച്ച ചെയ്യുന്നത് കർമ്മ വഴിയിലുള്ള നമ്മുടെ അയിമ്മത്തിനെ മാത്രമാണ്. 4 മദ്ഹബിന്റെ ഇമാമുകളും മഹാനരായ സയ്യിദുന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് അശ്ശാഫിഈ റളിയല്ലാഹു അൻഹു, മഹാനരായ ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായ ഖാളി അബൂ യൂസുഫ് തങ്ങളുടെ ശിഷ്യനാണ്. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാമുമായി ബന്ധപ്പെട്ട് 4 ഇമാമുമാരും അങ്ങോട്ടും ഇങ്ങോട്ടും ശിഷ്യന്മാരാണ്. ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനാണ് അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു. ഇമാം ശാഫിഈ തങ്ങളുടെ ഉസ്താദാണ് മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. എല്ലാവരും ഒരേ വഴിയിൽ സഞ്ചരിക്കുന്നവരാണ്. ഇതേപോലെ അഖീദയുടെ വഴിയിൽ നമുക്ക് 2 ഇമാമുമാരുണ്ട്. ഒന്നാണ് മഹാനരായ അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു അൻഹു. രണ്ടാമത്തേതാണ് മഹാനരായ അബൂ മൻസൂർ അൽ മാതുരീദി റളിയല്ലാഹു അൻഹു. ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി റളിയല്ലാഹു അൻഹു അടക്കം പാകിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും അടക്കമുള്ള ആളുകൾ, അധികം ആളുകളും മാതുരീദിയ തുരീഖത്തിന്റെ ആളുകളാണ്. സൗത്ത് ഇന്ത്യക്കാരായ നമ്മൾ അധികം ആളുകളും അശ്അരി തുരീഖത്തിന്റെ സരണിയിൽ ജീവിക്കുന്നവരാണ്. എന്നാൽ ഇമാം അബുൽ ഹസൻ അൽ അശ്അരി തങ്ങളെ കാഫിറാക്കുന്ന നവീനവാദികളുണ്ട് ഇവിടെ. ഇമാം അബൂ മൻസൂർ അൽ മാതുരീദി തങ്ങളെ കാഫിറാക്കുന്നവരുണ്ട്. ഈ 2 വഴിയിലൂടെ അല്ലാതെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നമ്മിലേക്ക് എത്തിയിട്ടില്ല. അപ്പോൾ ആദർശപരമായി വിശ്വാസപരമായി നവീനവാദികളുമായി സന്ധിയാവുക എന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഉലമാ വളരെ വിമർശിക്കുകയും വളരെ ഗൗരവമായി കാണുകയും ചെയ്തിട്ടുണ്ട്. മഹാനരായ ഇമാം അബുൽ ഹസൻ അൽ അശ്അരി റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന്റെ നേരത്ത് മഹാനവറുകളുടെ ചുണ്ടുകൾ എന്തോ മന്ത്രിക്കുന്നതായി കണ്ടു. ശിഷ്യൻ അടുത്തേക്ക് പോയിട്ട് ചെവി വെച്ച് കേൾക്കുകയാണ്, എന്താണ് മഹാനവറുകൾ മന്ത്രിക്കുന്നത്. ആ സമയത്ത് അവസാന നിമിഷത്തിലും മഹാനവറുകൾ ദുആ ചെയ്യുകയാണ്, ലഅനത്തുല്ലാഹി അലൽ മുബ്തദിഈൻ, ലഅനത്തുല്ലാഹി അലൽ മുബ്തദിഈൻ. ബിദ്അത്തുകാർക്ക് അല്ലാഹുവേ നീ നിന്റെ ലഅനത്ത് നൽകണേ റഹ്മാനേ. ഇങ്ങനെയുള്ള ഒരു ഇമാമിന്റെ താവഴിയിൽ വന്നവരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മളുടെ ഈമാനിന് കളങ്കമേൽപ്പിക്കുന്ന ഒരു കർമ്മത്തിലും അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അത് നമ്മുടെ ഉസ്താദുമാര് പൊരുത്തമില്ലാത്ത കാര്യമാണ്, അവർക്കതിഷ്ടമില്ലാത്ത കാര്യമാണ്, അവര് സന്ധിയാകാത്ത കാര്യമാണ്. അല്ലാഹുവേ, ഹഖായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകി അനുഗ്രഹിക്കണം റഹ്മാനേ. കാലികമായി നടന്നുകൊണ്ടിരിക്കുന്ന എന്തെല്ലാം സംഭവ വികാസങ്ങളുണ്ട്, മതത്തിൻ്റെ മേൽ കുതിര കയറുന്ന എന്തെല്ലാം പരിപാടികളുണ്ട്. അവിടെയൊക്കെ ഒരു ആലിമും ഇവിടെ നിശബ്ദരായിരുന്നിട്ടില്ല. കണ്ടില്ലേ, മുഗൾ സാമ്രാജ്യം ഭരണം നടത്തിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീനിനെ പൊളിച്ചെഴുതിക്കൊണ്ട് മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിമാരിൽ ഒരാളായിരുന്ന അക്ബർ കൊണ്ടുവന്ന ഒരു വിശ്വാസധാരയുണ്ട്. അതിൻ്റെ പേര് ദീനേ ഇലാഹി എന്നതാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ വലിച്ചു കീറുന്ന സമ്പ്രദായമായിരുന്നില്ലേ. സ്വന്തം സഹോദരിയെ വിവാഹം കഴിക്കാമെന്ന നിയമം കൊണ്ടുവന്നു. മാതാവുമായി ശാരീരിക വേഴ്ച നടത്താമെന്ന നിയമം കൊണ്ടുവന്നു. നിസ്കരിക്കുന്നവരെ പരസ്യമായി കൊല്ലാൻ ഉത്തരവിട്ടു. 4-ലധികം ഭാര്യമാരെ വിവാഹം കഴിക്കാമെന്ന നിയമം കൊണ്ടുവന്നു. ഏത് മതത്തിൽപ്പെട്ട പെണ്ണിനെയും വിവാഹം കഴിക്കാമെന്ന നിയമം കൊണ്ടുവന്നു. ഒരു മനുഷ്യനും അതിനെതിരെ പ്രതികരിക്കാൻ സാധിച്ചില്ല. പ്രതികരിക്കുന്നവരെ എല്ലാവരെയും എടുത്തുകൊണ്ടുപോയി ജയിലിലിടുകയാണ്, അല്ലെങ്കിൽ ആക്രമിക്കുകയാണ്, അല്ലെങ്കിൽ കൊന്നുകളയുകയാണ്.
മുഗൾ കാലഘട്ടങ്ങളിൽ ഈ മതത്തിൻ കൊണ്ട് ആയിരക്കണക്കിന് പാവങ്ങളായ മുസ്ലിമീങ്ങൾ ഒളിച്ചും പാത്തും ദീന ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ചു. കയ്യിൽ കിട്ടിയവരെയൊക്കെ അരുങ്കൊലയ്ക്ക് വിധേയമാക്കി. ഇതിനെതിരെ പരസ്യമായി വന്ന് സംസാരിക്കാൻ ഒരാളും വന്ന് രംഗത്തില്ലായിരുന്നു. ആ സമയത്താണ് പഞ്ചാബിലെ സർഹിന്ദിൽ നിന്ന് മഹാനരായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പരമ്പരയിൽപ്പെട്ട അൽ മുജദ്ദിദു അൽ ഫിസാനി അൽ ആലിമുർ റബ്ബാനി ഇമാം അഹ്മദു സർഹിന്ദി അൽ ഫാറൂഖി ദീന ഇലാഹിക്കെതിരെ ആദ്യമായി സംസാരിച്ച് രംഗത്ത് വന്നത് മഹാനരായ അഹ്മദു സർഹിന്ദി റളിയല്ലാഹു തആല അൻഹു ആണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ താവഴിയിലുള്ളവരാണ്. പരസ്യമായി അക്ബറിന്റെ വാദഗതികളെ ചോദ്യം ചെയ്യുകയാണ്, അക്ബറിനെതിരെ സംസാരിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് വരെ അവർ മാറ്റിയെഴുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൻ്റെ ദൂതരാണെന്ന രണ്ടാമത്തെ കലിമത്തു തൗഹീദിന്റെ ഭാഗം വെട്ടിമാറ്റിയിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് അക്ബർ ഖലീഫത്തുല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ഇലാഹില്ല, അക്ബർ അല്ലാഹുവിൻ്റെ ഖലീഫയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിൻ്റെ റസൂലാണെന്ന കലിമത്തു തൗഹീദിന്റെ രണ്ടാമത്തെ പകുതി മുറിച്ചു മാറ്റി അവിടെ ചേർത്ത് കൊടുത്തു. ഇതിനെതിരെ അഹ്മദു സർഹിന്ദി റളിയല്ലാഹു അൻഹു രംഗത്ത് വരികയാണ്. പരസ്യമായി അക്ബറിന്റെ വാദഗതികൾക്കെതിരെ സംസാരിക്കുകയാണ്, അതിനെതിരെ ശബ്ദിക്കുകയാണ്. ആരാണ് കലിമത്തു തൗഹീദ് മാറ്റിയെഴുതാൻ സമ്മതം നൽകിയത്? അവന്റെ മതമനുസരിച്ച് ജീവിക്കാമെന്നല്ലേ വിശുദ്ധമായ ഇസ്ലാം ഇങ്ങനെയാക്കി മാറ്റാൻ ആരാണ് സമ്മതം നൽകിയത്? പരസ്യമായി പഞ്ചാബിലും ഡൽഹിയിലും മഹാനവറുകൾ സംസാരിച്ചു. അവസാനം മഹാനവറുകൾ അക്ബറിന്റെ മുമ്പിലേക്ക് പിടിക്കപ്പെട്ടു പോയി. അക്ബറിന്റെ പട്ടാളം മഹാനവറുകളെ കൊണ്ടുപോവുകയാണ്. അന്ന് രാജാവിൻ്റെ മുമ്പിൽ എത്തുന്ന ആളുകൾക്കൊരു മര്യാദയുണ്ട്. ഒരൽപ്പം ഒന്ന് കുനിഞ്ഞ് കുമ്പിട്ട് നിന്നിട്ട് വേണം രാജാവിനോട് സംസാരിക്കാൻ. അല്പം ഒന്ന് കുനിഞ്ഞ് തല താഴ്ത്തി ഒന്ന് വണങ്ങണം. അഹ്മദു സർഹിന്ദി റളിയല്ലാഹു തആല അൻഹു തല കുനിക്കാൻ തയ്യാറായില്ല. മഹാനവറുകൾ ധൈര്യസമേതം തല ഉയർത്തി നിന്നു. അല്ലാഹുവിനല്ലാതെ വേറൊരു മനുഷ്യന്റെയും മുമ്പിൽ ഞാൻ തലകുനിക്കുകയില്ല. അന്നത്തെ ഹനഫി ഫിഖഹിലെ ഒരു ഫത്വ സമാഹാരം എടുത്തുകൊണ്ട് ഷാജഹാൻ വന്നു. എന്നിട്ട് മഹാനവറുകളുടെ മുമ്പിൽ വായിച്ചിട്ട് പറഞ്ഞു, ഗത്യന്തരമില്ലാത്ത ഒരു അവസ്ഥ എത്തിയാൽ ജീവൻ നിലനിർത്തുന്നതിനു വേണ്ടി നിങ്ങൾക്ക് തലകുനിക്കാവുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ ദീനിൽ നിന്ന് പുറത്തു പോവുകയില്ല. ഇത് പറഞ്ഞപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, വല്ലാഹി ഹിയ റുഖ്സത്തുൻ, അത് ചില ഘട്ടങ്ങളിൽ ഈമാൻ കുറഞ്ഞ ലഈഫായ മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന ചില വിട്ടുവീഴ്ചയാണ്. വല്ലാഹി ലൻ അസ്ജുദ ഇല്ലാ ലില്ലാഹ്, അല്ലാഹുവിനല്ലാതെ ഞാൻ സുജൂദ് ചെയ്യുകയില്ല. അങ്ങനെ മഹാനവറുകളെ ഗ്വാളിയാറിലുള്ള ജയിലിൽ അടയ്ക്കാൻ കോടതി തീരുമാനമാക്കി. നിരവധി അറേബ്യൻ പണ്ഡിതന്മാർ ഈ സംഭവം അവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിട്ടുണ്ട്. ഹുസൈനുൽ അഫ്ഫാനി സഹറുൽ ബസാതീൻ മിൻ മവാഖിഫിൽ ഉലമാഇ വർ റബ്ബാനിയീൻ എന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവം കൊണ്ടുവരുന്നുണ്ട്. പല ഉറുദു പണ്ഡിതന്മാരും അവരുടെ കിതാബുകളിൽ ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട്. മഹാനായ അഹ്മദു സർഹിന്ദി തങ്ങളെ ജയിലിൻ്റെ അകത്തളങ്ങളിലൂടെ കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് മഹാനവറുകൾ ഉറക്കെ വിളിച്ചു ചോദിക്കുകയാണ്, യാ സാഹിബൈ സിജ്നി അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജയിലിൽ കിടന്ന നേരത്ത്
രണ്ട് സതീർത്ഥ്യരായി ഉണ്ടായിരുന്ന രണ്ട് ആളുകളോട് ദഅവത്ത് ചെയ്തു കൊടുക്കുകയാണ്. അർബാബുൻ മുതഫർരിഖൂന, വ്യത്യസ്തങ്ങളായ ഒരുപാട് ഇലാഹുകളെ ആരാധിക്കുന്നതാണോ നല്ലത്, അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, സർവാധികാരിയായ അല്ലാഹുവിനെ ആരാധിക്കുന്നതാണോ നല്ലത്? ഈ ചോദ്യം ചോദിച്ചുകൊണ്ട് ഗോളിയാർ ജയിലിൻ്റെ ഉള്ളിലൂടെ നടന്നു നീങ്ങുകയാണ്. ഈ നടന്നു നീങ്ങുന്ന ഘട്ടത്തിൽ പിന്നീട് ചരിത്രം വിശദീകരിച്ച ആലിമീങ്ങൾ പറയാണ്, ഈ ഒരു സംഭവത്തിൽ നിന്ന് അത്ഭുതം ഉൾക്കൊണ്ടുകൊണ്ട് 10,000-ത്തിലധികം ആളുകൾ ആ സമയം കലിമ ചൊല്ലിപ്പോയി. 45,000-ത്തിലധികം മുസ്ലിമീങ്ങൾ മഹാനരായ ഇമാം സർഹിന്ദി തങ്ങളുടെ കൈപിടിച്ച് തൗബ ചെയ്തു പോയി. കൃത്യമായി ദീനിന്റെ നിയമങ്ങൾ പറയേണ്ട സമയത്ത് പറയും. അത് ഉലമാഇന്റെ ശൈലിയാണ്. അതിനൊന്നും ആരും അവരെ ഭയപ്പെട്ടിട്ടില്ല. കാരണം അത്രമേൽ മൂല്യമുള്ള ഒരു ആശയമാണ് വിശുദ്ധമായ ഇസ്ലാം നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും സംസാരിക്കുമ്പോഴേക്ക് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ താല്പര്യത്തിനനുസരിച്ച്, അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ മാറ്റുക എന്നത് അത് പ്രായോഗികമല്ല. ഇന്നാ ഹദൈനാഹു സബീല ഇമ്മാ ശാകിറാ വ ഇമ്മാ കഫൂറാ. നിങ്ങളുടെ മുമ്പിൽ രണ്ട് വഴികൾ നമ്മൾ തുറന്നു നൽകിയിട്ടുണ്ട്. ഒന്നുകിൽ നന്ദിയുള്ളവരായി സ്വർഗത്തിൻ്റെ വഴിയെ നിങ്ങൾക്ക് സഞ്ചരിക്കാം. അതിൽ ചിലപ്പോൾ പലതും നിങ്ങൾക്ക് പറ്റുന്നതായി കൊള്ളണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്നതായി കൊള്ളണമെന്നില്ല, പലതും നിങ്ങളുടെ ബുദ്ധിയിൽ, നിങ്ങളുടെ യുക്തിയിൽ തെളിഞ്ഞു വരുന്നതായി കൊള്ളണമെന്നില്ല. എന്നാൽ രണ്ടാമത് മറുഭാഗത്തും ഒരു വഴിയുണ്ട്. ആ വഴിയിൽ നിങ്ങൾക്ക് കൂടുതൽ സുഖം തരുന്നതായിരിക്കും, കൂടുതൽ രസം തരുന്നതായിരിക്കും, ഭൗതികമായ ലോകത്തിന് വലിയ ആനന്ദം തരുന്നതായിരിക്കും, വലിയ ഇഷ്ടം തരുന്നതായിരിക്കും. പക്ഷേ അതിലൊന്ന് സ്വർഗത്തിൻ്റെ വഴിയാണേ, രണ്ടാമത്തേത് അത് നരകത്തിൻ്റെ വഴിയാണേ മോനെ. പ്രിയമുള്ളവരെ, ഈ രണ്ട് വഴികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഏത് വഴിയിലൂടെ സഞ്ചരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന ആലിമീങ്ങൾ ദീനിൻ്റെ വിഷയങ്ങൾ പറയും. അതിലൂടെയാണ് നമ്മൾ സഞ്ചരിച്ചു പോകേണ്ടത്. ഓരോ മഹാരഥന്മാരും നമുക്ക് കാണിച്ചു തന്ന ജീവിതം അതാണ്. ഓരോ മഹത്തുക്കളും നമുക്ക് പഠിപ്പിച്ചു നൽകിയ ജീവിതം അങ്ങനെയാണ്. അക്കൂട്ടത്തിൽ പ്രഗൽഭനല്ലേ മഹാനരായ ശൈഖുനാ ബഹുമാനപ്പെട്ട ബഹറുൽ ഉലൂം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ദറജ ഉയർത്തി അവിടുത്തെ മദദും നുസ്രത്തുമെല്ലാം നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പം നിലപാടുകളുള്ളവരായി നമ്മൾ ജീവിക്കണം. ഉസ്താദിന്റെ കാര്യമായ ഒരു കാഴ്ചപ്പാടായിരുന്നു. പിന്നീട് മഹാനവറുകളുടെ ഇബാദത്തിന്റെ വിഷയം എല്ലാം ഒരുപാട് അറിയുന്ന ആലിമീങ്ങൾ ഈ സദസ്സിൽ ഉണ്ട്. ഏറ്റവും പ്രധാനമായി ഏതൊരു സാധാരണക്കാരനും ഉൾക്കൊള്ളാൻ പറ്റുന്നത് 5 വഖത്ത് നിസ്കാരം കൃത്യമായി ജമാഅത്തായി നിസ്കരിക്കും. അതിൻ്റെ മുമ്പും ശേഷമുള്ള റവാത്തിബ് സുന്നത്തുകൾ അത് കൃത്യമായി അനുഷ്ഠിക്കുന്നവരാണ്. വിശുദ്ധമായ നിസ്കാരം, വിശുദ്ധമായ റജബ് മാസമാണ്. റജബ് 27 നമ്മളിലേക്ക് അടുത്ത് വരികയാണ്. ഇസ്റാഉം മിഅ്റാജും നിസ്കാരം സമ്മാനമായി ലഭിച്ച ദിവസം ആഗതമാവുകയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളിൽ നിന്ന് വായിക്കുന്ന മറ്റൊരാശയം അതാണ്. സാധാരണക്കാരന് മനസ്സിലാകാൻ ഒരു വഖത്ത് നിസ്കാരം പോലും ഖളാ ആക്കാതെ നിസ്കരിക്കുക. ഒരു ചെറിയ നിസ്കാരം പോലും നമുക്ക് വീഴ്ച വന്നു പോകരുത്. നമ്മൾ എത്ര ആളുകൾ നമ്മുടെ മയ്യത്ത് നിസ്കരിക്കാൻ കൂടിയാലും അതിൽ എത്ര തികഞ്ഞ ആലിമീങ്ങൾ ഉണ്ടെങ്കിലും
വലിയ വലിയ സാദാത്തുക്കളുണ്ടെങ്കിലും ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ മയ്യത്ത് നിസ്കരിച്ചാലും നമ്മൾ ഒരു വഖത്ത് നിസ്കാരം നമ്മിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് കൃത്യമായി ബോധ്യപ്പെടുത്തിയതിന് ശേഷമേ അപ്പുറത്തേക്ക് നമുക്ക് അനങ്ങാൻ കഴിയുകയുള്ളൂ. ഉലമാക്കളുടെ ജനാസ നിസ്കാരം കൊണ്ട് കൂലിയുണ്ട്, മഹത്വമുണ്ട്, ശ്രേഷ്ഠതയുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ നിസ്കാരത്തിൻ്റെ വിഷയം അതിഗൗരവമാണ്. ഒരു കാരണവുമില്ലാതെയല്ലേ നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത്? ഒരു കാരണവുമില്ലാതെയല്ലേ നിസ്കാരങ്ങൾ നമുക്ക് ഇല്ലാതായി പോകുന്നത്? എല്ലാ ഘട്ടങ്ങളിലും നിസ്കാരം നമുക്ക് വേണ്ടതല്ലേ? എല്ലാ ഘട്ടങ്ങളിലും നിസ്കാരം അത് നിർബന്ധമല്ലേ? കണ്ടില്ലേ, ഇപ്പോൾ ഗസയിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ വെടിനിർത്തൽ ചർച്ചകൾ കഴിഞ്ഞ് ലോകം വലിയ സന്തോഷത്തിലും ആഘോഷത്തിലും ഉള്ള സമയമാണ്. ആയിരക്കണക്കിന് ആളുകൾക്ക് വീട് നഷ്ടപ്പെട്ടു, ഭവനങ്ങൾ നഷ്ടപ്പെട്ടു, വേണ്ടപ്പെട്ടവരെ നഷ്ടപ്പെട്ടു പോയി, വേണ്ടപ്പെട്ട ആളുകൾ മരണപ്പെട്ടു പോയി. റോക്കറ്റ് ആക്രമണം ഏറ്റ 5-ാം നിലയിൽ ഭാഗികമായി ശരീരം തകർന്ന് കിടക്കുന്ന ചെറിയ കുഞ്ഞുമകനെ താഴെ നിന്ന് ശരീരത്തിൽ ജീവൻ അവശേഷിച്ച വാപ്പ വിളിച്ച് പറയാണ്, മോനെ, ഇത് നിന്റെ അവസാനത്തെ ലഹളയാണ്, അവസാനത്തെ നിമിഷമാണ്. ഇനി അധിക സമയം മോനെ നീ ലോകത്ത് ജീവിച്ചിരിക്കുകയില്ല. അതുകൊണ്ട് ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലു മോനെ. ബോംബാക്രമണം ഏറ്റ് കിടക്കുകയാണ്, ബോംബാക്രമണം ഏറ്റ് കിടക്കുകയാണ്. ശരീരത്തിൻ്റെ ഭാഗങ്ങൾ പലതും മുറിഞ്ഞു പോയിട്ടുണ്ട്. എന്നാലും ആംബുലൻസിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഇപ്പോൾ ഞാൻ ജീവിച്ചിരിപ്പുണ്ട്, ഇപ്പോൾ മഗ്രിബിൻ്റെ നേരമായില്ലേ, ഞാനൊന്ന് മഗ്രിബ് നിസ്കരിക്കട്ടെ എന്ന് പറഞ്ഞ് അലമുറയിട്ട് കരയുന്ന ഗസയിലെ ചെറിയ മക്കളെ നമ്മൾ കണ്ടതല്ലേ? ചെറിയ മക്കളെ നമ്മൾ കണ്ടതല്ലേ? മഗ്രിബിൻ്റെ സമയം ഏകദേശമായിട്ടുണ്ട്, കയ്യും കാലും ഒടിഞ്ഞ് തൂങ്ങിക്കിടക്കുക. എന്നാലും ഈ ഹയാത്ത് എനിക്കുണ്ട്, ഞാൻ ഒന്ന് നിസ്കരിക്കട്ടെ. ഇത്രയും ദുരന്തം അനുഭവിക്കുന്ന നാടുകൾ എത്രയുണ്ട്. എന്നിട്ടും തരം കിട്ടുമ്പോഴൊക്കെ 1ഉം 2ഉം വഖത്ത് എല്ലാ ദിവസവും നമുക്ക് നഷ്ടമാണ്. ഈമാനോടുകൂടെ മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ മുൻകാല ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ എല്ലാ ഖളാആയ നിസ്കാരങ്ങളും അത് വീട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അങ്ങനെയല്ലേ നമ്മുടെ ഇമാമുകൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. തറാവീഹ് വരെ അവർ നിസ്കരിക്കേണ്ടതില്ല എന്നെഴുതിയ ഇമാമിയങ്ങളുണ്ട്. ആ സമയമുണ്ടെങ്കിൽ 5 ളുഹർ നിസ്കരിച്ചു തീർക്കാം. എന്നാൽ അത് റമദാനായതുകൊണ്ട് സ്പെഷ്യൽ ആരാധനയുടെ ഗണത്തിൽപ്പെടുത്തി നിസ്കരിക്കാമെന്ന് പറഞ്ഞ ആലിമീങ്ങളുമുണ്ട്. നഷ്ടപ്പെട്ടു പോയ ഒരൊറ്റ നിസ്കാരവും നമ്മളുടെ പിരടിയിൽ ഉണ്ടാകാൻ പാടില്ല. മരിക്കുന്നതിൻ്റെ മുമ്പ് നിസ്കാരം പൂർണ്ണമായും നമ്മൾ ഒഴിവാക്കി കൊടുത്തിരിക്കണം. പൂർണ്ണമായും നമ്മൾ നിസ്കരിച്ച് തീർത്തിരിക്കണം. നമ്മൾ നിസ്കരിക്കാൻ പ്രായപൂർത്തിയായ മുക്കല്ലഫായത് മുതൽ ഇന്ന് വരെയുള്ള ഒരൊറ്റ നിസ്കാരവും ഖളാ ആകാത്ത അവസ്ഥയിലായിരിക്കണം. പൂർണ്ണമായി ആ ഉത്തരവാദിത്തങ്ങൾ ഒഴിവാക്കിയിട്ടേ മരിക്കാവൂ. അത് നമ്മുടെ ഉലമാഇന്റെ ശൈലിയാണ്. നിസ്കാരത്തിൻ്റെ സമയമായാൽ അവർ പള്ളിയിലേക്ക് പോവുക തന്നെ. റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കുക തന്നെ. എത്ര വലിയ തിരക്കാണെങ്കിലും പിന്നെ നിസ്കാരം കഴിഞ്ഞിട്ടേ അവർക്ക് മറ്റെന്തും ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, നിസ്കാരത്തിൻ്റെ വിഷയം അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണേ, വളരെ കാര്യമായി പരിഗണിക്കണേ. വിവാഹത്തിൻ്റെ ദിവസത്തിൽ ളുഹർ നിസ്കരിക്കുന്ന എത്ര പുതിയാപ്പിളമാരുണ്ട്.
എത്ര നവവരന്മാരുണ്ട്, എത്ര നവവധുക്കളുണ്ട്. കല്യാണത്തിൻ്റെ പേരിൽ ആഴ്ചകളോളം നിസ്കാരം കളയുന്ന ഉമ്മമാരുണ്ട്. മരണത്തിൻ്റെ പേരിൽ മരണം കാരണമായി നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവരുണ്ട്. സാധാരണ നിലയിൽ സംഭവിക്കാത്ത അനിഷ്ടകരമായ അല്ലെങ്കിൽ അഹിതകരമായ എന്ത് സംഭവിച്ചാലും, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട സമയങ്ങളിൽ മാത്രം സംഭവിക്കുന്ന ചില കർമ്മങ്ങൾക്ക് വേണ്ടി എത്ര നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞവരാണ് യഥാർത്ഥത്തിൽ. പ്രിയമുള്ള കൂട്ടുകാരാ, കല്യാണ ദിവസത്തിലല്ലേ നമ്മൾ നിസ്കരിക്കേണ്ടത്? തലേന്ന് രാത്രി പ്രിയപ്പെട്ട മകളെ ഒന്നായി ചമച്ചൊരുക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും ബ്യൂട്ടി പാർലറിലേക്ക് രാവിലെ സുബഹിക്ക് തന്നെ കൊണ്ടുപോയി വിടും. 6-7 മണിക്കൂർ ഒരുക്കി ആഡംബരങ്ങളിലായി ഓഡിറ്റോറിയങ്ങളിൽ എത്തിക്കും. അന്നത്തെ ദിവസം നിസ്കാരം വേണ്ട, അന്നത്തെ ദിവസം ഇബാദത്തുകളൊന്നും വേണ്ട. അങ്ങനെയുണ്ടോ വിശുദ്ധ ഇസ്ലാമിൽ? ഒരിക്കലും ഇല്ല. ബുദ്ധി അവശേഷിക്കുന്ന കാലം അത്രയും നിസ്കരിക്കണം. ഹജ്ജ് അങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല, സക്കാത്ത് അങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. നിബന്ധനകൾ ഒത്തെങ്കിലേ സക്കാത്ത് കൊടുത്താൽ മതി. ഹജ്ജിൻ്റെതായ നിബന്ധനകൾ ഒത്തെങ്കിലേ ഹജ്ജ് ചെയ്താൽ മതി. മറ്റ് കർമ്മങ്ങളൊക്കെ അങ്ങനെയല്ലേ. പക്ഷേ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയില്ല. ഏത് സമയങ്ങളിലും അതുണ്ടായിരിക്കണം. അത് വിമാനത്തിൽ യാത്ര ചെയ്താലും ഉണ്ടായിരിക്കണം, ട്രെയിനിൽ യാത്ര ചെയ്താലും ഉണ്ടായിരിക്കണം, ബസ്സിൽ യാത്ര ചെയ്താലും ഉണ്ടായിരിക്കണം, ഏത് ഘട്ടത്തിലും അതുണ്ടായിരിക്കണം. നിസ്കാരം ഖളാ ആയി പോകാൻ പാടില്ല ഒരു വഖത്ത് പോലും. വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്.